പരിശുദ്ധ സ്വർണത്തിന്റെ പവിത്രതയും കരവിരുതിന്റെ മേന്മയും ഇഴചേരുന്ന സ്വർണ്ണാഭരണ വിസ്മയങ്ങളുമായി ചിരിയൻ കണ്ടത്ത് ജ്വല്ലറി. ഏതാനും ദിവസത്തിനു മുമ്പ് മറയൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും വാർത്താസമ്മേളനം നടത്തി CPIM ഏരിയ കമ്മിറ്റി ഗൂഢാലോചന നടത്തി പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നൊരാശയം ഉന്നയിച്ചിട്ടുണ്ട്. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാർത്തയാണ് ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻ്റിൻ്റെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. മറയൂർ പഞ്ചായത്ത് വർഷങ്ങളായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയാണ് ഭരണം നടത്തുന്നത്. മറയൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരണം ആരംഭിച്ച കാലം മുതൽ മറയൂർ പഞ്ചായത്തിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ടുള്ള വീക്ഷണം ഉയർത്തിപ്പിടിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ ആക്ഷേപം. മറയൂരിൽ കോൺഗ്രസ് ഈ ഭരണസമിതി അധികാരത്തിലുള്ളപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും MLA ആയി 15 വർഷം, അതിനു മുമ്പ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൽ ശ്രീ AK ആൻ്റണി, ശ്രീ ഉമ്മൻചാണ്ടി തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരായും കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരും ഉള്ളപ്പോൾ ഇവിടുത്തെ MP തുടർച്ചയായി കോൺഗ്രസ് ഒരു ടൈം ഒഴിച്ചാൽ ബാക്കി സമയങ്ങളിലെല്ലാം ഭൂരിഭാഗ സമയത്ത് കോൺഗ്രസ് നേതൃത്വമാണ്. ഇങ്ങനെ എല്ലാ അധികാര കേന്ദ്രങ്ങളും കയ്യിലുണ്ടായിട്ടും യാതൊരു തരത്തിലും മറയൂരിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ച കാര്യം. അതിനെ നേരിടുന്നതിന് വേണ്ടി വ്യാജമായ ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരായി കോൺഗ്രസ് ഉന്നയിക്കുന്നു. ഇവിടെ പ്രധാന പ്രശ്നം ഗ്രാമസേവകൻ പോയതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സഖാവ് ചന്ദ്രനും പോയി ചോദിച്ചതുകൊണ്ട് ഗ്രാമസേവകൻ അവിടെ നിന്ന് ജോലി നിർത്തിപ്പോയി. അതുകൊണ്ട് ഗ്രാമസേവനെ ഇവിടെ ഭീഷണിപ്പെടുത്തി വിട്ടു. ഇതിനെതിരെ ഞങ്ങൾ പോലീസ് കേസ് കൊടുക്കും. നിങ്ങൾ പോലീസ് കേസ് കൊടുത്തു. ഒരു പൊതു ഓഫീസിൽ ആര് പോകണം, ആര് എന്ത് കാര്യങ്ങൾ ചോദിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിൻ്റേതായ അവകാശമുണ്ട്. അല്ലാതെ കോൺഗ്രസ് പറയുന്ന ഈ കാര്യത്തിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യമുള്ളതല്ല. മറയൂർ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി 2016 ലഭിച്ചതിന് ശേഷം 5ഓളം ലൈഫ് പദ്ധതികൾ വീടുകൾ വിറ്റിട്ടുണ്ട്. വീടുകൾ വിറ്റിരിക്കുന്നു. ലൈഫിൽ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്ത ആളുകളുടെ വീട് വിറ്റിരിക്കുന്നു. എന്താണ് ലൈഫിൻ്റെ മാനദണ്ഡം? ആ ലൈഫ് മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് വീടിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് യഥാർത്ഥ ഗുണഭോക്താക്കളെ അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലൈഫിൻ്റെ ഗുണഭോക്താക്കളായി വന്ന ആളുകൾ ഒന്നിലധികം വീടുള്ള ആളുകളാണ്. ആ വീട് വിറ്റിരിക്കുന്നു. കൂടാതെ ഇപ്പോൾ പുതുതായി PMAY എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്ന പലരും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 10 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 10 വർഷത്തിന് താഴെ മറ്റു ഭവന പദ്ധതികളുടെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്ത ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്. അവരെ എഗ്രിമെൻ്റ് വയ്ക്കുന്ന വിഷയം സാധാരണ വീടില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എഗ്രിമെൻ്റ് വെച്ച് കൊടുക്കാൻ ആര് തടസ്സം? ഇത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ രാഷ്ട്രീയം നോക്കിയാണ് ആ ലൈഫ് പദ്ധതിക്കകത്ത് ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നത്. അതിന് കോൺഗ്രസ് പ്രത്യേകമായി അവിടെ നിയമിച്ചിരിക്കുന്ന താൽക്കാലിക ജീവനക്കാർ ഇടതുപക്ഷത്തിന് അനുകൂലമായി മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകളെ ഒഴിവാക്കി കോൺഗ്രസ്സിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളെ മാത്രം തയ്യാറാക്കി എഗ്രിമെൻ്റ് വയ്ക്കുന്നു. ഇടതുപക്ഷക്കാരായ ആൾക്കാരുടെ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കുന്നില്ല, അവർക്ക് പണം കയറ്റിവിടുന്നില്ല. ഈ വിഷയമാണ് പോയി ചോദിച്ചത്. ഇത് ഒരു പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ചോദിക്കാൻ അവകാശമില്ല. അത് ചോദിച്ചാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും എന്ന് പറഞ്ഞാൽ എത്ര കിരാതമായ ഭീഷണിപ്പെടുത്തലാണ്. യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് പഞ്ചായത്ത് ഭരണസമിതിയല്ലേ. അപ്പം അവിടെ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഈ പറയുന്നതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുമുള്ള വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഊഞ്ചമ്പാറക്കുടിയിൽ 1-ാം വാർഡ് ഊഞ്ചമ്പാറക്കുടിയിൽ കോൺഗ്രസ് അവിടെ മെമ്പറാണ്.
അവിടെ ലൈഫ് പദ്ധതിക്കകത്ത് വീട് കൊടുത്ത ആൾക്കാരെ ആ ഗുണഭോക്താക്കൾക്ക് അറിയില്ല, ഈ കരാറുകാരനെ ആ ഗുണഭോക്താക്കൾക്ക് അറിയില്ല. പഞ്ചായത്ത് ഗ്രാമസേവകൻ്റെ ഓഫീസും പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും ചേർന്ന് ഏൽപ്പിച്ചു കൊടുത്ത കരാറുകാരനാണ്. ആ കരാറുകാരൻ തറ പണിതിട്ട് വേറെ വീടിൻ്റെ ഭിത്തിയോട് ചേർത്ത് നിർത്തിയുള്ള പടമെടുത്ത് തറയുടെയും ലിൻഡിൽ പൊക്കം വരെയുള്ളതിൻ്റെയും ബില്ല് മാറിക്കൊണ്ടുപോയി. വാർക്ക ഒരു വീട് വാർത്തിട്ട് വേറൊരു വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ നിർത്തി വാർക്കയുടെ ബില്ല് മാറിക്കൊണ്ടുപോയി. ഗ്രാമസേവകനെ അവർ കബളിപ്പിക്കുകയാണ് ചെയ്തത്. ഈ പരാതി വന്നതിന് ശേഷം ഗ്രാമസേവകൻ പോയി നോക്കിയപ്പോൾ താൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ താൻ ബില്ല് മാറി കൊടുത്തിരിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ ആ പണി പൂർത്തീകരിച്ചിട്ടില്ല. അപ്പം വ്യാപകമായി മറയൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി ലൈഫിൻ്റെ അകത്ത് ആയിരക്കണക്കിന് ആളുകൾ ഗുണഭോക്താക്കളായിട്ടുണ്ട്. അത്തരം ആളുകളുടെ എല്ലാം ഇത് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ വിശ്വാസത്തിലെടുത്ത്, പഞ്ചായത്ത് മെമ്പറെ വിശ്വാസത്തിലെടുത്ത്, അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് ഒരു ഗ്രാമസേവന് പ്രവർത്തിക്കാൻ പറ്റൂ. അങ്ങനെ ഗ്രാമസേവനെ കൊണ്ട് യഥാർത്ഥത്തിൽ പണി പൂർത്തിയാക്കാത്ത വീടിൻ്റെ എസ്റ്റിമേറ്റ് ബില്ല് മാറി കൊടുപ്പിച്ചതിൻ്റെ ഭാഗമായി അയാളുടെ പേരിൽ ലയബിലിറ്റി വരും എന്ന വിഷയം വന്നപ്പോഴാണ്, വിജിലൻസ് കേസ് അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല, ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ചു പോയത്. അതിനും CPI-നും എന്ത് ബന്ധം? ഞങ്ങൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഞങ്ങളുമായി സൗഹാർദ്ദപരമായി പോകുന്ന ഒരാളല്ലേ, ഞങ്ങളെന്തിനാ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തണം? ഇപ്പോഴത്തെ ഗ്രാമസേവകൻ കാർന്നല്ലൂർ പഞ്ചായത്തിൽ ചുമതലയുള്ള ഗ്രാമസേവകൻ ഇവിടുത്തെ ബില്ല് മാറിക്കൊടുക്കാൻ വേണ്ടി ആളെ ചുമതലപ്പെടുത്തി വിട്ടു. അദ്ദേഹത്തിന് ഇവിടെയുള്ള താൽക്കാലിക ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ താൽക്കാലിക ജീവനക്കാർ രാഷ്ട്രീയം നോക്കി, മറ്റ് താല്പര്യങ്ങൾ നോക്കി അവിടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് ബില്ല് മാറാൻ വേണ്ടി പറയുമ്പോൾ ഇവർക്ക് അത് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രശ്നമാണ്. അദ്ദേഹം ഈ കാര്യം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി മെമ്പറും പോയി പറയുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാകുന്നത്. അദ്ദേഹം ഇതിനു മുമ്പ് ബില്ല് എഴുതി കൊടുക്കാൻ, പണി പൂർത്തീകരിച്ച ആളുടെ ബില്ല്, രണ്ടാം ഗഡു ബില്ല് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ ആളുകളുടെ പേര് ഗഡുവിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല എന്ന കാര്യം അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാകുന്നത്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതോ അല്ലെങ്കിൽ പിണങ്ങിപ്പോയതോ ഞങ്ങളോടല്ല പിണങ്ങിയത്, നിങ്ങളുടെ താൽക്കാലിക ജീവനക്കാരോടും ഭരണസമിതിയോടും പിണങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തെറ്റായ വാർത്തകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. മറ്റൊന്ന്, ഞങ്ങളവിടെ എന്തെങ്കിലും വന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനെ ഞങ്ങളുടെ പേരിൽ കേസെടുക്കും. അങ്ങനെ കേസെടുക്കാനാണെങ്കിൽ പിന്നെ അതിന് മാത്രമേ സമയം കാണുള്ളൂ. എത്ര കേസെടുക്കും? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, മറയൂർ പഞ്ചായത്തിൽ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഇവിടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ, ഇവിടെ നടന്നിട്ടുള്ള ജലനിധി പദ്ധതി, ആ പദ്ധതിക്കകത്ത് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ആ വിഷയം അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ ഉടനെ ഞങ്ങളെല്ലാവരും കുഴപ്പക്കാരാണെന്ന് പറയുന്നത് എങ്ങനെ? മറയൂരിൽ ജലനിധിക്ക് വേണ്ടി 8 കോടി രൂപ ഫണ്ട് ചെലവഴിച്ചു. ആ 8 കോടി ചെലവഴിക്കുമ്പോൾ മറയൂരിൽ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. ആ പൈപ്പ് ലൈൻ മാറ്റിയിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക്, പുതിയ വാട്ടർ ടാങ്ക് കൊണ്ടുവന്നിട്ടില്ല. അത് മെയിൻ്റനൻസേ ചെയ്തിട്ടുള്ളൂ. അവിടെ 4-ാം വാർഡിൽ ഇന്ദിരാനഗറിൽ, 4-ാം വാർഡ് ഇന്ദിരാനഗറിൽ അവിടെ 2001 അവിടുത്തെ 243 കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മാണം പൂർത്തീകരിച്ച വാട്ടർ ടാങ്ക്, അതിൻ്റെ പൈപ്പ് ലൈൻ, വീടുകളിലേക്കുള്ള കണക്ഷൻ ഇടുന്ന പൈപ്പ് മാത്രമേ പുതുതായി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ജലനിധിക്ക് വേണ്ടി മേലാടി വാർഡിലും 1-ാം വാർഡിലും 2-ാം വാർഡിലും ജലനിധി നടപ്പാക്കിയിട്ടില്ല. മറയൂർ പഞ്ചായത്തിലെ 10 വാർഡുകളിലേക്ക് മാത്രമായി ഒരു കുടിവെള്ള പദ്ധതി നടപ്പാക്കി 8 കോടി രൂപ ചെലവഴിച്ചിട്ട് ഇപ്പോഴും പ്രതിസന്ധി മറികടക്കുന്നില്ല. മഴ പെയ്താൽ അപ്പോൾ തന്നെ വെള്ളം കലങ്ങി വരികയാണ്. ഒറ്റ സ്ഥലത്ത് ഫിൽറ്ററിങ് നടത്തുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മറയൂർ പഞ്ചായത്തിലെ ഗ്രാമത്തിനടുത്ത് വാട്ടർ ടാങ്കിൻ്റെ അവിടെ പുതിയ വാട്ടർ പ്യൂരിഫയർ ചെയ്യാൻ വേണ്ടി പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. അതിൻ്റെ അകത്ത് വെള്ളം കയറ്റുന്നേയില്ല. നിങ്ങൾ ചാനലുകാർ പോയി പരിശോധിക്കണം. അവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അവിടെ വാട്ടർ പ്യൂരിഫയർ എന്ന നിലയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ഫിൽട്ടർ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്.
ആ ടെക്നോളജി ആരുടെ ഉപദേശം സ്വീകരിച്ചു വെച്ചു? ആ ടെക്നോളജി ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വെള്ളം ആ ടെക്നോളജി ഉപയോഗിച്ച് അവിടെ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഫിൽട്ടർ ചെയ്യാതെ എന്തിനാണ് 50 ലക്ഷം രൂപ ചിലവഴിച്ച് അവിടെ ഈ ഫിൽട്ടർ ടാങ്ക് ഉണ്ടാക്കിയത്? അതും ഇരുമ്പിൻ്റെ ടാങ്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ തുരുമ്പെടുത്ത് നശിച്ചു പോകും. അപ്പോൾ ഇതെല്ലാം വലിയ നിലയിൽ അത് ആളുകളെ കബളിപ്പിക്കുന്ന സംവിധാനമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്താൽ ഏതെങ്കിലും റോട്ടിൽ യാത്രയാവാൻ പറ്റുമോ? മറയൂർ പഞ്ചായത്തിൽ ആനക്കാപ്പട്ടിയിൽ കാന്തല്ലൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ആനക്കാപ്പട്ടി വെയിറ്റിംഗ് ഷെഡ് റോഡിൻ്റെ സ്ഥിതി എന്താ സ്ഥിതി? ആനക്കാപ്പട്ടി വെയിറ്റിംഗ് ഷെഡ് റോഡ് ആകെ തടന്നു കിടക്കുകയാണ്. അത് നന്നാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല. പഞ്ചായത്ത് ഇതൊന്നും ചെയ്യാതെ ഇതിനെല്ലാം എതിരായി ഗവൺമെൻറ്റാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പക്കാരെ എന്ന നിലയിൽ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് മറയൂർ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ കാഴ്ചപ്പാടോടും കൂടിയുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊങ്കലിൻ്റെ അവധി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചിന്നാറിലേക്കുള്ള റോഡിൻ്റെ BMDC ടാറിങ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. മറയൂരിലെ സബ്സ്റ്റേഷൻ, അതുപോലെ തന്നെ 1-ാം വാർഡ് കോൺഗ്രസിനെ മാത്രം ജയിപ്പിക്കുന്ന വാർഡ് 1-ാം വാർഡ്, 2-ാം വാർഡ് കോൺഗ്രസിനെ മാത്രം ജയിപ്പിക്കുന്ന വാർഡ്, മുൻ MLAയും ഇപ്പോഴത്തെ MLAയും ഈ 2 വാർഡുകളിലേക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന പൈസ എത്രയാണ് പറയൂ? 4 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഈ 2 വാർഡുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. 18 കോടി രൂപ മറയൂരിലെ ആദിവാസി കുടിയിലടക്കം വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി 18 കോടി രൂപ കൊടുത്തിരിക്കുന്നു. ചെറിയ തുകയല്ല, 18 കോടിയാണ്. അത് തായന്നംകുടി എന്ന് പറയുന്നത് കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ആ തായന്നംകുടിക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി 3.25 കോടിയാണ്. അവിടുത്തെ വീടിൻ്റെ എണ്ണം കൊണ്ട് ഈ തുകയെ ഹരിച്ചാൽ ആളോഹരി ഒരു വീട്ടിൽ വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി 6.5 ലക്ഷം രൂപയാണ് ഈ ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. 6.5 ലക്ഷം രൂപ മുടക്കി ഒരു വീട്ടിന് വൈദ്യുതി എത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെയും ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുമാണ് മറയൂർ പഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഞങ്ങൾ വികസന വിരോധികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിൽ യാതൊരു പ്രവർത്തനവും നടത്താൻ അനുവദിക്കാത്തവരാണ് എന്ന നിലയിൽ ഞങ്ങൾക്കെതിരായി കള്ളപ്രചാരവേല നടത്തുന്നത്. ഈ മറയൂരിൻ്റെ ആകെ വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് ഇടതുപക്ഷത്തിൻ്റെ കയ്യൊപ്പില്ലാത്ത ഏതെങ്കിലും ഒരു പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം വ്യാപകമായി ഞങ്ങൾക്കെതിരായി കള്ളപ്രചാരവേല സംഘടിപ്പിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്താൽ ഇവിടെ ഗുണ്ടായിസം, വലിയ നിലയിലുള്ള ഗുണ്ടായിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം നേരിട്ട് ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറയൂരിലെ ടൂറിസത്തെ തകർക്കാൻ ബോധപൂർവമായ ശ്രമമാണ് UDFൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഞങ്ങൾ വികസന വിരോധികളാണ്, ഞങ്ങൾക്കെതിരായി കള്ളപ്രചാരവേല സംഘടിപ്പിക്കുകയാണ്, മറയൂരിൽ ഞങ്ങൾക്കെതിരായി മോശമായ നിലയിലുള്ള പ്രചാരവേല സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, മറയൂരിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന നിലയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. മറയൂരിൽ ഇടതുപക്ഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും UDFൻ്റെ പോരായ്മകളും കുറവുകളും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. ഏതെല്ലാം ഭീഷണി വന്നാലും അതിനെല്ലാം നേരിടുകയും തന്നെ ചെയ്യും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മറയൂർ പഞ്ചായത്തിൻ്റെ അഴിമതിയിലും കെട്ടുകാര്യസ്ഥതയിലും ശക്തമായ പ്രതിഷേധം തുടർന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുന്നത്.